തീവ്രവാദ കേസിൽ ബംഗളൂരു പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ള തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയ 3 പേരെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ 2 ജില്ലകളിലായി നടത്തിയ തെരച്ചിലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അറസ്റ്റ്. തടിയന്റെ വിട നസീറിന്റെ നേതൃത്വത്തിൽ ജയിലിനുള്ളിൽ തടവുകാർക്കിടയിൽ മത തീവ്രവാദം വളർത്താൻ ശ്രമം നടക്കുന്നുവെന്നാണ് NIA കണ്ടെത്തൽ. ജയിലിലെ സൈക്കാട്രിസ്റ്റായിട്ടുള്ള ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, തീവ്രവാദ കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങൾ, പണം, സ്വർണം, രേഖകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ള ജയിൽ തടവുകാർക്ക് ഉപയോഗിക്കുന്നതിനായി നാഗരാജ് മൊബൈൽ ഫോണുകൾ ഒളിച്ചു കടത്തിയിരുന്നതായും അന്വേഷണത്തിൽ NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട്. നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്നതിന്റെ വിവരങ്ങൾ കൈമാറിയതിനാലാണ് ASI അറസ്റ്റിലാകുന്നത്. സിറ്റി ആംഡ് റിസർവിലെ ASI ആണ് ചാൻ പാഷ. തടിയന്റെ വിട നസീറിന് വിവരങ്ങൾ കൈമാറുകയും ഒപ്പം ജയിലിൽ പണം എത്തിച്ചു നൽകുകയും ചെയ്തു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അനീസ ഫാത്തിമയെ അറസ്റ്റ് ചെയ്യുന്നത്. 2023 പരപ്പന സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച് ലഷ്കർ ഇ തോയ്ബയുടെ സ്ലീപ്പർ സെൽ നഗരത്തിൽ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തടിയന്റെ വിട നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും NIA കണ്ടെത്തലുണ്ടായിരുന്നു. ഈ കേസിൽ 8 പേർ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. ഈ കേസ് ഇപ്പോൾ NIA ആണ് അന്വേഷിക്കുന്നത്. ബംഗളൂരുവിലും കോലാറിലും ഉൾപ്പെടെ 5 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് ഈ 3 പേർ പിടിയിലാകുന്നത്. കേസിൽ മറ്റ് പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് NIA ചെയ്യുന്നത്. ആരാണ് തടിയന്റെ വിട നസീർ? നിരവധി തീവ്രവാദ കേസുകളിലെ പ്രതിയും വിചാരണ പൂർത്തിയായ കേസുകളിൽ കുറ്റവാളിയെന്ന് കണ്ടെത്തി ഇപ്പോൾ തടവിൽ കഴിയുകയും ചെയ്യുന്ന ആളാണ് ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള തടിയന്റെ വിട നസീർ, അഥവാ ഉമ്മർ ഹാജി എന്നറിയപ്പെടുന്ന നീർച്ചാൽ ബെയ്തുൽ ഹിലാലിൽ തടിയന്റെ വിട നസീർ. കശ്മീർ റിക്രൂട്ട്മെന്റ് കേസ്, അതായത് 2008 ബംഗളൂരു സ്ഫോടന പരമ്പര കേസ്, EK നയനാർ വധശ്രമ കേസ്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാനായി നടത്തിയ കാച്ചപ്പള്ളി ജ്വല്ലറി കവർച്ച, കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ്, അബ്ദുൽ നാസർ മദനിയുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സർക്കാരിന്റെ ബസ് കളമശ്ശേരിയിൽ കത്തിച്ച കേസ് തുടങ്ങിയവയാണ് തടിയന്റെ വിട നസീർ ഉൾപ്പെട്ട പ്രധാന കേസുകൾ. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ് ഇയാളെന്നും പറയപ്പെടുന്നുണ്ട്. മുൻ PDP പ്രവർത്തകനും കണ്ണൂർ ഏരിയ ഭാരവാഹിയുമായിരുന്നു ഇയാൾ. കേരളത്തിൽ നിന്നും മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുകയും അവർ കാശ്മീരിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സുരക്ഷാ സൈനികരുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ കോടതി ഇയാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തത്. തുടക്കം IS-ലൂടെ നസീർ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അബ്ദുൽ നാസർ മദനി 1989 ആരംഭിച്ച ഇസ്ലാമിക് സേവാ സംഘിലൂടെ ആണ്. ISS നിരോധിക്കപ്പെട്ടതോടെ PDPയുടെ പ്രവർത്തകനായി. കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയെ തുടർന്ന് മദനി അറസ്റ്റിലായതോടെ നസീർ സ്വന്തം നിലയ്ക്ക് പ്രവർത്തനം തുടങ്ങി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരെ വധിക്കാനുള്ള ഗൂഢാലോചന പുറത്തായതിനെ തുടർന്ന് അറസ്റ്റിലായെങ്കിലും പിന്നീട് പുറത്തിറങ്ങി. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണമുണ്ടാക്കാൻ 2002 ജൂൺ 20 എറണാകുളം കിഴക്കമ്പലത്തെ കാച്ചപ്പള്ളി ജ്വല്ലറി ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് 2.5 കിലോ സ്വർണം മോഷ്ടിച്ചിരുന്നു. ഈ കേസിൽ നസീർ കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട്. തടവിലായിരുന്ന മദനിയെ മോചിപ്പിക്കുന്നതിനായി തമിഴ്നാട് സർക്കാരിന്റെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട ബസ് 2005 സെപ്റ്റംബർ 9 തട്ടിയെടുത്ത് യാത്രക്കാരെ പുറത്തിറക്കി കളമശ്ശേരിയിൽ വെച്ച് തീവച്ച് നശിപ്പിച്ച കേസിൽ പ്രധാന സൂത്രധാരനും 1ാം പ്രതിയുമാണ് നസീർ. 2006 മാർച്ച് 3 കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലും മുഫീസൽ ബസ് സ്റ്റാൻഡിലുമായി നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ കോടതി ഇയാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. പിന്നീട് ജീവപര്യന്തം ശിക്ഷിച്ചെങ്കിലും വെറുതെ വിട്ടു. 2008 ഒക്ടോബറിൽ കശ്മീരിൽ 4 മലയാളി യുവാക്കൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ച കേസിൽ ഒളിവിൽ കഴിവെ പിടിയിലാകുന്നു. കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു. 2008 തന്നെ ബംഗളൂരുവിൽ നടന്ന സ്ഫോടന പരമ്പര കേസിലും പ്രതിയാണ് ഇയാൾ. റഹീം പൂക്കറശ്ശേരി വധശ്രമം, തയ്യിൽ വിനോദ് വധം, കള്ളനോട്ട്, പോലീസുകാരെ ആക്രമിച്ച കേസുകൾ, വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം, തെളിവ് നശിപ്പിക്കൽ, കാർ മോഷണ കേസുകൾ തുടങ്ങി മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ് ഇയാൾ. ഇന്ത്യൻ മുജാഹിദീൻ സ്ഥാപക നേതാവായ യാസീൻ ഫട്കൽ തടിയന്റെ വിട നസീറുമായി ചേർന്ന് കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. കേരളത്തിന് പുറമെ കർണാടക,
തമിഴ്നാട്, ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലും കേസുകളുണ്ട്. 2009 നവംബറിൽ മേഘാലയ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ വെച്ച് പിന്നീട് പിടിയിലാകുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ബംഗ്ലാദേശിലെയും ഇന്ത്യയുടെയും അമേരിക്കൻ ഐക്യനാടുകളുടെയും എംബസികൾ ആക്രമിക്കാനായിരുന്നു പദ്ധതിയെന്നാണ് ആരോപിക്കപ്പെട്ട കുറ്റം. അമേരിക്കയിൽ പിടിയിലായ ലഷ്കർ പ്രവർത്തകൻ ഡേവിഡ് ഹെഡ്ലി നൽകിയ സൂചനകളെ തുടർന്നായിരുന്നു അറസ്റ്റ്.